ബോംബെയിൽ വെച്ചിട്ട് ഞാനൊരു സിനിമ കണ്ടത് ഞാൻ ഓർക്കുകയാണ്. അതിങ്ങനെയായിരുന്നു, രാജേഷ് ഖന്നയായിരുന്നു അല്ല ഇത്. അവനും ഒരു പെണ്ണും കൂടി ഭയങ്കര ലവാണ്. കഥ തുടങ്ങുന്നത് അങ്ങനെയാണ്. അപ്പോൾ അവരെന്നും പോയി ബീച്ചിൽ, എന്നുമല്ല, മാസത്തിൽ സെക്കൻഡ് സാറ്റർഡേയ്സ് മാത്രം ബീച്ചിൽ പോയിരിക്കും. സെക്കൻഡ് സാറ്റർഡേ അവർക്ക് ഹാഫ് ഡേ ആണ്. അപ്പോൾ രണ്ടുപേരും ബീച്ചിൽ പോയിരുന്ന് കപ്പലണ്ടിയൊക്കെ കുറിച്ച് ഒരു ഐസ്ക്രീമൊക്കെ തിന്ന് ഇങ്ങനെ വർത്താനം പറഞ്ഞിരിക്കും. അങ്ങനെ 5 മണിയാകുമ്പോൾ അവർ തിരിച്ചു വീട്ടിൽ പോകും. അത് മാസത്തിൽ ഒരു ദിവസം 2 മണിക്കൂറാണ് അവർ കണ്ടുമുട്ടുന്നത്. പക്ഷെ അങ്ങനെ അവർ 1-2 കൊല്ലം പ്രേമിച്ചതിന് ശേഷം അവർ കല്യാണം കഴിച്ചു. കല്യാണം കഴിച്ച ഫസ്റ്റ് നൈറ്റ്, ഈ നോർത്ത് ഇന്ത്യൻസിന് കല്യാണത്തിന് ഒത്തിരി ഇങ്ങനെ ആചാരങ്ങളുണ്ട്. അപ്പോൾ രാവിലെ 5 മണിക്കൊക്കെ തുടങ്ങിയ 2 മണി 3 മണിയൊക്കെ ആകുമ്പോഴത് തീരുക. അപ്പോൾ ഇവൻ അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് ഒരു ഒടുക്കം അവരുടെ റൂമിലേക്ക് വന്നു. എന്നിട്ട് അവനിങ്ങനെ ബെഡ്മേ ഇരുന്ന് കൈയും കുത്തി ഇങ്ങനെ ഇരുന്നിട്ട് അവനൊരു സിഗരറ്റ് എടുത്ത് കത്തിച്ചു. അപ്പോൾ അവളാകെ ഇങ്ങനെ അപ്സെറ്റായിപ്പോയി, ഇതെന്തപ്പോൾ ഇവൻ സിഗരറ്റ് വലിക്കുന്നത്. അപ്പോൾ അവൾ വന്നിട്ട് ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ ഞൊട്ടി. അപ്പോൾ സിഗരറ്റ് തെറിച്ചു പോയി. അവനോളം നോക്കി. ആദ്യത്തെ നോട്ടം അത്ര രൂക്ഷമല്ലായിരുന്നു. അപ്പോൾ അവൾ വിചാരിച്ചു ഓക്കെ അവന് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ രണ്ടാമതൊരു സിഗരറ്റ് കത്തിച്ചു. അപ്പോൾ അവൾ ഇങ്ങനെ തന്നെ ചെയ്തു. അപ്പോൾ അവൻ അവളെ രൂക്ഷമായിട്ടൊന്ന് നോക്കി. എന്നിട്ടും അവൾക്ക് മനസ്സിലായില്ല. മൂന്നാമതൊരു സിഗരറ്റ് കത്തിച്ചു. അപ്പോൾ അവൾ അതുപോലെ തന്നെ ചെയ്തു. അവൻ അവളെ പിടിച്ചൊരു അടിയടിച്ചു. ഇതാണ് കഥ. അടിക്കണമെന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം, ഇനി അങ്ങനെ തെറ്റിദ്ധരിക്കരുത്, ഞാൻ കഥ പറയുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അവൾ ബേഴ്സ്റ്റായി. അവൾ പറഞ്ഞു, നീ എന്നെ വഞ്ചിച്ചു, ഇത്ര 1-2 കൊല്ലം നിൻ്റെ കൂടെ നടന്നിട്ട് നീ ഈ കാര്യം മാത്രം എന്നോട് പറഞ്ഞില്ല, നീ സിഗരറ്റ് വലിക്കുന്ന എനിക്ക് അറിയില്ലായിരുന്നു, നീ എല്ലാം ഒളിച്ചു വെച്ചു, നീ എന്നെ ചീറ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ഔട്ട് ബേഴ്സ്റ്റായി. അപ്പോൾ അവൻ വളരെ കാമായിട്ട് അവനോട് പറഞ്ഞു, നീ എന്നോട് ചോദിച്ചില്ല, ഞാൻ നിന്നോട് പറഞ്ഞില്ല. എന്നിട്ട് അവൾക്കൊരു ഉപദേശം കൊടുക്കുകയാണ്. എടി, നമ്മൾ മാസത്തിൽ ഒരു ദിവസമാണ് കണ്ടുമുട്ടിയിരുന്നത്. അത് 2 മണിക്കൂർ സമയം. 2 മണിക്കൂർ സമയം സിഗരറ്റ് വലിക്കാതിരിക്കാൻ എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. പക്ഷെ ഇപ്പോൾ കാലത്ത് 5 മണി തൊട്ട് 3 മണി വരെ ഇത്ര സമയം ഞാൻ സിഗരറ്റ് വലിക്കാതിരിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ സിഗരറ്റ് വലിക്കുന്നത്. എന്ന് പറഞ്ഞാൽ എൻ്റെ ബലഹീനതകൾ കുറച്ച് നേരത്തേക്ക് അല്ല കുറച്ച് കാലത്തേക്ക് എനിക്ക് മൂടി വയ്ക്കാൻ പറ്റും. പക്ഷേ പൂർണ്ണമായിട്ട് അത് ഉപേക്ഷിക്കലല്ല, അത് മൂടി വയ്ക്കൽ മാത്രമേ ആകുന്നുള്ളൂ. എന്നിട്ട് അവൻ പറയുകയാണ്, നമുക്ക് കിട്ടുന്ന ഈ 2 മണിക്കൂർ ഏറ്റവും സുന്ദരമായിട്ട് ഉപയോഗിക്കാനാണ് നമ്മൾ രണ്ടുപേരും ശ്രമിച്ചത്. ഏറ്റവും നല്ല വർത്തമാനം പറഞ്ഞു, രണ്ടുപേരെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു, പോസിറ്റീവായുള്ള കാര്യങ്ങൾ പറഞ്ഞു. അങ്ങനെ ലവ് അഫെയറിൻ്റെ ടൈമിൽ ആരെങ്കിലും കുറ്റം പറയുമോ? ഇല്ല. അതുകൊണ്ട് അപ്പോൾ അങ്ങനെ പറഞ്ഞു വന്നപ്പോൾ അവൾ പറഞ്ഞു, എന്നാലും നീ എന്നോട് പറയണ്ടായിരുന്നു. അവൻ പറഞ്ഞു, പറയാൻ നീ ചോദിച്ചില്ല, ഞാൻ പറഞ്ഞില്ല, ബട്ട് എനിക്ക് ഇങ്ങനെ ബലഹീനതയുണ്ട്. അങ്ങനെ ആ പ്രശ്നം സോർട്ട് ഔട്ടായി. ഓക്കെ, കഥ അവിടെ തീർന്നു.